नमस्ते, कैसे हो बच्चे? आज हम एक नया पाठ पढ़ेंगे। हम आज एक कविता को लेकर आए हैं, पाठ 2। तुम्हारा टेक्स्ट बुक का पेज नंबर 10 है। उसमें पाठ 2 चतुर चित्रकार। क्या है? चतुर चित्रकार। चतुर माने क्या है? हम पढ़ा है, इससे पहले हम पढ़ा है। നമ്മൾ ഇതിനു മുൻപ് പഠിച്ചു അല്ലേ? ചതുർ എന്താണ്? ചതുർ ഗോനു ഛാക്കി ചതുരായി. നമ്മൾ ഈ ക്ലാസ്സിലല്ലേ പഠിച്ചത്? ഗോനു ഛാക്കി ചതുരായി എന്തായിരുന്നു അതിൻ്റെ അർത്ഥം? എന്താണ്? അദ്ദേഹത്തിൻ്റെ ഗോനു ഛായുടെ സാമർഥ്യം അല്ലേ? ചതുരായി, ക്ലെവർനെസ്. അപ്പോൾ ഇവിടെയും എന്താണ്? ക്ലെവർ, സാമർഥ്യം. അത് കേന്ദ്ര വിഷയമായിട്ടുള്ള ഒരു കവിതയാണ് പഠിക്കാൻ പോകുന്നത്. കവിതയുടെ പേര് ചതുർ ചിത്രകാർ. ചതുർ ചിത്രകാർ മാനെ ക്ലെവർ പെയിൻറ്റർ. ക്ലെവർ പെയിൻറ്റർ. क्लेवर माने क्या है? അറിയാലോ, സാമർത്ഥ്യം, സമർത്ഥനായിട്ടുള്ള ചിത്രകാരൻ. പെയിൻറ്റർ ചിത്രകാരൻ. അപ്പോൾ ചിത്രकार का हिंदी शब्द, ചിത്രकार का മലയാളം शब्द क्या है? ചിത്രകാരൻ തന്നെയാണ്. ഹിന്ദിയിൽ ചിത്രകാർ എന്നും മലയാളത്തിൽ ചിത്രകാരൻ എന്നും നമ്മൾ പറയും. ഇംഗ്ലീഷ് വാട്ട്? പെയിൻറ്റർ. ഓക്കെ, तो ചതുർ ചിത്രകാർ, ക്ലെവർ പെയിൻറ്റർ എന്നാണ് ഈ കവിതയുടെ പേര്. അപ്പോൾ നമുക്ക് കവിതയിലേക്ക് കടക്കാം. കവിതയുടെ ചിത്രം നിങ്ങൾക്ക് നോക്കുമ്പോൾ ടെക്സ്റ്റ് ബുക്കിൽ നമുക്ക് ചിത്രങ്ങൾ കാണാൻ പറ്റും അല്ലേ? ഒരു വ്യക്തി ഇരുന്ന് എന്ത് ചെയ്യുന്നു? ഒരു ചിത്രം വരയ്ക്കുന്നുണ്ട്. അപ്പോൾ തൊട്ട് മുൻപിലായിട്ട് ആരെ കാണാൻ പറ്റും? चित्र में एक शेर है और एक चित्रकार भी है. उसके हाथ में कैनवास है. കയ്യിൽ ഒരു ക്യാൻവാസ് ഒക്കെ ഉണ്ട്. അയാൾ എന്തോ വരയ്ക്കുകയാണ് അല്ലേ? കുച്ച് ചിത്ര ബനാത്തെ ഹേ ഹാ. तो നമുക്ക് നോക്കാം എന്താണ് ഇതിലെന്നുള്ളത്. चित्रकार सुनसान जगह में बना रहा था चित्र. चित्रकार सुनसान जगह में बना रहा था चित्र. इतने में ही वहाँ आ गया यमराज का मित्र. इतने में ही वहाँ आ गया यमराज का मित्र. उसे देखकर चित्रकार के तुरंत उड़ गए होश. नदी पहाड़ पेड़ पत्तों का रह न गया कुछ जोश. फिर उसको कुछ हिम्मत आई, देख उसे चुपचाप. बोला सुंदर चित्र बना दूं, बैठ जाइए आप. उकरू मुकरू बैठ गया वह सारे अंग बडोर. बड़े ध्यान से लगा देखने चित्रकार की ओर. तो यह है पहले 8 पंक्तियाँ हैं. 8 വരികളാണ് ഇവിടെ ഉള്ളത്. നമുക്ക് ആദ്യത്തെ 8 വരികളിലേക്ക് കടക്കാം. അപ്പോൾ ഇവിടെ പറയുന്നത് ചിത്രകാർ सुनसान जगह में बना रहा था चित्र. चित्रकार, चित्रकार क्या है? चित्रकार के अर्थ है चित्रकार माने पेंटर. पेंटर अल्ले, चित्रम वरയ്ക്കുന്ന ആൾ, पेंटर. और सुनसान, सुनसान माने क्या है? सुनसान विजनमय स्थलम, डिसर्टेड प्लेस. सुनसान, सुनसान जगह, जगह माने प्लेस. सुनसान. डेसर्टेड. സുൻസാൻ മാനെ ഡെസർട്ടഡ്, അതായത് വിജനമായ പ്രദേശം, വിജനമായിട്ടുള്ള, ആരും കടന്നു വരാത്ത വിജനമായിട്ടുള്ള. ജഗഹ്, ജഗഹ് മാനെ പ്ലേസ്. ജഗഹ് മാനെ പ്ലേസ്, പ്രദേശം, സ്ഥലം. ചിത്രകാർ സുൻസാൻ ജഗഹ് മേ ബനാ രഹാ ഥാ ചിത്ര. അപ്പോൾ ചിത്രകാരൻ വിജനമായ സ്ഥലത്ത് എന്ത് ചെയ്യുന്നു? ചിത്രം വരയ്ക്കുന്നു. ബനാ രഹാ ഥാ ചിത്ര. ചിത്രമാനെ പിക്ചർ. ചിത്ര പിക്ചർ. അദ്ദേഹം വിജനമായ ഒരു സ്ഥലത്തിരുന്ന് എന്ത് വരയ്ക്കുകയാണ്? ചിത്രം വരയ്ക്കുകയാണ്. ഈ ചിത്രകാരന്മാരെയോ അല്ലെങ്കിൽ കവികളെയോ കഥാകാരന്മാരെയോ ഒക്കെ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ അറിയാം, അവർ വിജനമായിട്ടുള്ള സ്ഥലത്ത്, അതായത് ആരും എത്തിപ്പെടാത്ത, അങ്ങനെ അല്ലെങ്കിൽ ഏകാന്തത കൂടുതൽ ആഗ്രഹിക്കുന്ന, ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. ഏകാന്തമായിട്ടിരുന്ന് അവരുടെ കഴിവുകളെ അവർ എന്ത് ചെയ്തു? പുറത്തേക്ക് എടുക്കും. അത് കവിതയായാലും ശരി, കഥയായാലും ശരി, ചിത്രമായാലും അങ്ങനെ തന്നെ. അപ്പോൾ ഇവിടെ ഈ കഥയിലും ഈ കവിതയിലും അങ്ങനെ തന്നെ ഒരു ചിത്രകാരനെ കുറിച്ചാണ് ഇവിടെ കവി പറയുന്നത്. चित्रकार सुनसान जगह में बना रहा था चित्र.
इतने में ही वहां आ गया यमराज का मित्र. ഇത്തനെ മേ ഹി വഹാം ആ ഗയാ. അപ്പം അദ്ദേഹം ഇങ്ങനെ ഒരു ചിത്രം വരച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആര് വന്നു? വഹാം ആ ഗയാ, അവിടേക്ക് വന്നു. യമരാജ് കാ മിത്ര, ആരുടെ മിത്രം? യമരാജന്റെ മിത്രം. യമരാജന്റെ മിത്രം എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? നമുക്ക് ഉദ്ദേശിക്കാവുന്നതേ ഉള്ളൂ. അതായത് നമ്മുടെ മൃത്യുവിന് കാരണമാകുന്നത് ആരോ അവനെയാണ്, അതിനെയാണ് നമ്മളിവിടെ കവി ഇവിടെ യമരാജ് കി മിത്ര എന്ന് പറയുന്നത്. അതായത് നമ്മുടെ മൃത്യു, നമ്മുടെ മരണത്തിന് കാരണഭൂതനാകുന്ന ആരാണോ അതിനെ യമരാജ് കി മിത്ര എന്ന് കവി ഇവിടെ വിശേഷിപ്പിക്കുന്നു. ഉസേ ദേഖ് കർ ചിത്രകാർ കെ തുരന്ത് ഉഡ് ഗയേ ഹോഷ്. ഉസേ ദേഖ് കർ ചിത്രകാർ കെ തുരന്ത് ഉഡ് ഗയേ ഹോഷ്. ഉസേ ദേഖ് കർ, അവനെ കണ്ടപ്പോൾ, ആ മരണദൂതൻ ആരാണോ അല്ലെങ്കിൽ ആ യമരാജന്റെ മിത്ര ആരാണോ അവനെ കണ്ടപ്പോൾ തന്നെ എന്ത് ചെയ്തു? തുരന്തുടുകയെ, വളരെ പെട്ടെന്ന് തന്നെ, ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ, പെട്ടെന്ന് വളരെ ഫാസ്റ്റായിട്ട് എന്ത് സംഭവിച്ചു? ആ ചിത്രകാരൻ്റെ ഹോഷ് ഉടുകയെ, അദ്ദേഹത്തിൻ്റെ ഇന്ദ്രിയങ്ങളെല്ലാം നിശ്ചലമായി പോയി. അദ്ദേഹത്തിന് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് എത്തി. അതായത് പെട്ടെന്ന് നമ്മൾ നമ്മുടെ മരണം മുന്നിൽ കാണുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? മിണ്ടാതായിപ്പോവും, സ്തബ്ധനായി നിൽക്കൂലേ? അപ്പോൾ അതുപോലെ അദ്ദേഹം ഇവിടെ നിൽക്കുകയാണ്. तो मित्र हम पहले पढ़ा है. मित्र शब्द क्या है? मित्र का अर्थ क्या है? मित्र माने फ्रेंड. मित्र शब्द का विलोम शब्द क्या है? विलोम शब्द है दुश्मन. पहले क्लास में पहले पार्ट में हम पढ़ चुके हैं वो सब. तो उसके बाद ഉസേ ദേഖ് കർ ചിത്രകാർ കെ തുരന്തുട് ഗയേ ഹോഷ്. അദ്ദേഹത്തെ കണ്ടപ്പോൾ, ഈ മരണദൂതനെ അല്ലെങ്കിൽ യമരാജന്റെ മിത്രത്തെ കണ്ടപ്പോഴത്തേക്കും നമ്മുടെ ചിത്രകാരൻ എന്ത് ചെയ്തു? പെട്ടെന്ന് സ്തബ്ധനായി നിന്നുപോയി. നദി പഹാഡ് പേട് പത്തോ കാ രഹ് ന ഗയാ കുച്ച് ജോഷ്. നദി പഹാഡ് പേട് പത്തോ കാ. നദി തന്നെയാണ് റിവർ. ദെൻ പഹാഡ് ക്യാ ഹേ? പഹാഡ് മാനെ മൗണ്ടെയിൻ, മലനിരകൾ. और पेड़ सबको पता है, पेड़ മരങ്ങൾ. और പത്തോ മാനെ ഇലകൾ, ലീവ്സ്. അപ്പോൾ ഈ മരങ്ങളും നദികളും വൃക്ഷങ്ങളും മലകളും എല്ലാം തന്നെ അവർക്കുണ്ടായിരുന്ന ആ ഒരു ആവേശവും ഉത്സാഹവും ഒക്കെ എന്ത് ചെയ്തു? പത്തോ കാ രഹ്ന ഗയാ കുച്ച് ജോഷ്. എല്ലാം എന്ത് ചെയ്തു? നഷ്ടപ്പെട്ടു പോയി. അവരുടെ പാഷൻ, അവർക്ക് ഉണ്ടായിരുന്ന ആ ഒരു ആവേശം എല്ലാം എന്ത് ചെയ്തു? നഷ്ടപ്പെട്ടു പോയി. ആരെ കണ്ടപ്പോൾ? നമ്മുടെ യമരാജ് കെ മിത്ര, നമ്മുടെ യമരാജൻ്റെ മിത്രത്തെ കണ്ടപ്പോഴത്തേക്കും നമ്മുടെ ചിത്രകാരൻ സ്തബ്ധനായി. അതുപോലെ തന്നെ ഈ നദികളും മരങ്ങളും എല്ലാവരും എന്ത് ചെയ്തു? അവരുടെയും ആവേശമൊക്കെ നഷ്ടപ്പെട്ടു പോയി. फिर उसको कुछ हिम्मत आई. हिम्मत क्या है? हिम्मत माने धैर्യം, സ്ട്രെങ്ത്, കുറച്ച് ശക്തി, കറേജ്. പെട്ടെന്ന് അവൻ എന്ത് സംഭവിച്ചു? പെട്ടെന്ന് തന്നെ അവന് കുറച്ച് ധൈര്യം കിട്ടി. എവിടെ നിന്നോ? ഹിമ്മത്ത് മാനെ കറേജ്, ധൈര്യം, യാ സ്ട്രെങ്ത്, ശക്തി. ദേഖ് ഉസേ ചുപ്ചാപ്പ്. എന്നിട്ട് എന്ത് ചെയ്തു? ഈ സിംഹരാജനെ എന്ത് ചെയ്തു? നോക്കിക്കൊണ്ട് നിന്നു. എങ്ങനെ? ചുപ്ചാപ്പ് മാനെ നിശബ്ദനായിട്ട്, ചുപ്ചാപ്പ് സൈലന്റ്, നിശബ്ദനായിട്ട് തന്നെ അദ്ദേഹത്തെ നോക്കിക്കൊണ്ട് നിന്നു. ബോല സുന്ദർ ചിത്ര ബനാദൂ. എന്നിട്ട് എന്താ പറഞ്ഞത്? പറയുകയുണ്ടായി. ആരാ പറഞ്ഞ? ചിത്രകാരൻ പറഞ്ഞു. ബോല പറഞ്ഞു. സുന്ദർ ചിത്ര ബനാദൂ, സുന്ദരമായിട്ടുള്ള ചിത്രം വരച്ചു തരാം, സുന്ദരമായിട്ടുള്ള ചിത്രം വരച്ചു തരാം. ബൈറ്റ് ജായിയേ ആപ്. അങ്ങ് എന്ത് ചെയ്തു? അങ്ങ് ഇവിടെ വന്ന് ഇരുന്നാലും അങ്ങയുടെ ചിത്രം ഞാൻ വരച്ചു തരാം. മനസ്സിലായോ? അപ്പൊ കവി എന്താ പറഞ്ഞെന്ന്? फिर उसको कुछ हिम्मत आई, देख उसे चुपचाप, बोला सुंदर चित्र बना दो, बैठ जाइए आप. അങ്ങ് ഇവിടെ വന്ന് ഇരിക്കുകയാണെങ്കിൽ ഞാൻ അങ്ങയുടെ സുന്ദരമായിട്ടുള്ളൊരു ചിത്രം വരച്ചു തരാം എന്ന് കവി പറയുന്നു. ഉഗരു മുഗരു ബൈറ്റ് ഗയാ വഹ് സാരേ അംഗ് ബഡോർ, ബഡേ ധ്യാൻ സേ ലഗാ ദേഖനെ ചിത്രകാർ की ओर. ഉഗരു മുഗരു ബൈറ്റ് ഗയാ വഹ് സാരേ അംഗ് ബഡോർ. ഇവിടെ പറയുകയാണ് ഉഗരു, അതായത് നമ്മുടെ ചിത്രകാരൻ്റെ മുന്നിലായിട്ട് ആര് വന്നിരുന്നു? സിംഹരാജൻ വന്നിരുന്നു. ഉഗരു മുഗരു ബൈറ്റ് ഗയ, അതായത് ചിത്രകാരൻ്റെ തൊട്ട് മുൻപിലായിട്ട്, ഇൻ ഫ്രണ്ട് ഓഫ് ഹിം ആര് വന്നിരുന്നു? നമ്മുടെ ഷേർ, സിംഹരാജാവ് വന്ന് ഇരുന്നു.
എങ്ങനെയായിരുന്നത്? സാരേ അങ്ക് ബഡോർ. എങ്ങനെയിരുന്നു? സാരേ അങ്ക് ബഡോർ. ഗാദർ ഓൾ പാർട്സ്. അതായത് ഈ സിംഹത്തെ കാണുമ്പോൾ തന്നെ നമുക്കറിയാം എന്താ, ഭയങ്കര ഗൗരവമാണല്ലേ. മുടിയും സടയും ഒക്കെ ആയിട്ട് ഇങ്ങനെ സിംഹരാജാവ് വരുമ്പോൾ തന്നെ നമുക്കൊരു പേടിയും ഭയവും ഒക്കെയാണല്ലേ. ഒരു എന്താ പറയുക, ഒരു ഗാംഭീര്യമാണ് സിംഹരാജാവിനെ കാണുമ്പോൾ തന്നെ. വളരെ പ്രൗഢി തോന്നുന്നുണ്ട് അല്ലേ. മറ്റു മൃഗങ്ങളെ അപേക്ഷിച്ച് ഭയങ്കര ഗാംഭീര്യമാണ് നമ്മുടെ സിംഹരാജാവിന്. അപ്പോൾ സിംഹരാജാവ് ഇങ്ങനെ സടയൊക്കെ കുടഞ്ഞ് ഇങ്ങനെ എന്ത് ചെയ്തു? വിശാലമായിട്ട് ഇങ്ങനെ ഇരുന്നു. എന്തിനാണ്? സാരേ അങ്ക് ബഡോർ. ഇതുപോലെ ശരീരമൊക്കെ വിശാലമായിട്ട് സടയൊക്കെ കുടഞ്ഞിട്ട് വിശാലമായിട്ട് ഇരുന്നു. ബഡേ ധ്യാൻ സേ ലഗാ ദേഖനെ, ബഡേ ധ്യാൻ സേ ലഗാ ദേഖനെ ചിത്രകാർ കി ഓർ. എന്നിട്ടോ വളരെയധികം ശ്രദ്ധയോടുകൂടി ആരെ നോക്കിയിരുന്നു? നമ്മുടെ ചിത്രകാരനെ നോക്കി ഇരുന്നു. എന്തിനാണ്? ചിത്രം വരയ്ക്കാൻ ഇല്ലേ. അപ്പം എന്താണ്? ഉഗരു മുഗരു ബൈഠ് ഗയാ വഹ് സാരേ അങ്ക് ബഡോർ, ബഡേ ധ്യാൻ സേ ലഗാ ദേഖനെ ചിത്രകാർ കി ഓർ. അപ്പോൾ എന്താണ്? നമ്മുടെ സിംഹരാജാവ് സടയൊക്കെ കുടഞ്ഞ് വളരെ പ്രൗഢിയോടെ ഗാംഭീര്യത്തോടെ കൂടി ചിത്രകാരൻ്റെ മുന്നിലേക്ക് വന്നിരുന്നു. ഉഗരു മുഗരു ബൈഠ് ഗയ, അതായത് ഇൻ ഫ്രണ്ട് ഓഫ് ഹിം, ആ ചിത്രകാരൻ്റെ മുന്നിലേക്ക് വന്ന് ഇരുന്നു. ഗ്യാദർ ഓൾ ബോഡി പാർട്സ്, അവൻ്റെ എല്ലാ ശരീരഭാഗങ്ങളും ഒക്കെ നന്നായിട്ട് ചിത്രം വരയ്ക്കുന്നതിന് അഴക് ഉണ്ടാകാൻ വേണ്ടിയിട്ട്, ഭംഗിയായി വരയ്ക്കുന്നതിന് ആവശ്യമായിട്ട് വിശാലമായിട്ട് പ്രൗഢിയോടെ ആരിരുന്നു? നമ്മുടെ സിംഹരാജാവ് ഇരുന്നു. ബഡേ ധ്യാൻ സേ ലഗാ ദേഖനെ ചിത്രകാർ കി ഓർ. എന്നിട്ട് ചിത്രകാരനെ നോക്കി ഇരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എന്താ എൻ്റെ അർത്ഥം? നീ എൻ്റെ ചിത്രം വരച്ചോളൂ എന്നുള്ള മട്ടിലാണ് സിംഹരാജാവിൻ്റെ ഇരിപ്പ് അല്ലേ. അപ്പോൾ ചിത്രം വരച്ചു കഴിഞ്ഞ് എന്ത് ചെയ്യാം? അത് നമുക്ക് വായിച്ച് തന്നെ അറിയണം. അപ്പം ഇത്രയും നന്നായിട്ട് വായിക്കുക. ഒന്നുകൂടി ഞാനിത് പോയം ചൊല്ലാം, എൻ്റെ കൂടെ ചൊല്ലുക. ചിത്രകാർ സുൻസാൻ ജഗഹ് മേ ബനാ രഹാ ധാ ചിത്ര, ഇത്നെ മേ ഹി വഹാ മാ ഗയാ യമരാജ് കാ മിത്ര, उसे देखकर चित्रकार के तुरंत उड़ गए होश, नदी पहाड़ पेड़ पत्तों का रह न गया कुछ जोश, फिर उसको कुछ हिम्मत आई देख उसे चुपचाप, बोला सुंदर चित्र बना दूं बैठ जाइए आप, उकरू मुकरू बैठ गया वह सारे अंग बडोर, बड़े ध्यान से लगा देखने ചിത്രകാർ കി ഓർ. അപ്പോൾ റീഡ് ദ പോയം 3 times, 3 തവണ വായിക്കുക. വായിച്ചിത് പഠിക്കുക, കാണാതെ തന്നെ ഈ പോയം പഠിക്കുക. ഡൗട്ടുള്ള വേർഡ്സ് ചോദിക്കുക. സോ ബാക്കി ഹം അഗ്ലേ ക്ലാസ് മേ പഠേंगे.